നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കളിവള്ളങ്ങളും വള്ളംകളിയും എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാവാലം ചുണ്ടൻ വള്ളത്തെക്കുറിച്ചാണ്. വിശ്വപ്രസിദ്ധമായ പഴയകാല ജലരാജാവായിരുന്നു കാവാലം ചുണ്ടൻ വള്ളം. എല്ലാ ചുണ്ടൻ വള്ളങ്ങളെയും ജലരാജാവ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ പോലും ജലചക്രവർത്തി എന്ന പേരിന് അറിയപ്പെട്ടിരുന്നത് പണ്ട് കാലത്ത് കാവാലവും പുതിയ കാലത്ത് കാരിച്ചാലുമാണ്. നിർഭാഗ്യവശാൽ 2010 ശേഷം കാവാലം ചുണ്ടൻ വള്ളത്തിന് നെഹ്റു ട്രോഫി മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. 2010 അവസാനമായി കാവാലം നെഹ്റു ട്രോഫി മത്സരങ്ങളിൽ പങ്കെടുത്തത്. 1952 തുടങ്ങിയ നെഹ്റു ട്രോഫിയിലെ ആദ്യത്തെ നെഹ്റു ട്രോഫിയിൽ കാവാലം ചുണ്ടൻ വള്ളം പങ്കെടുത്തിരുന്നു. അന്ന് നടുഭാഗം ചുണ്ടനാണ് ജേതാക്കളായത്. അതിനുശേഷം 1954, 56, 58, 60, 62 തുടങ്ങിയ വർഷങ്ങളിൽ 5 തവണ നെഹ്റു ട്രോഫി നേടിയ ജലരാജനാണ് കാവാലം ചുണ്ടൻ വള്ളം. അതിൽ 1958 നെപ്പോളിയൻ ചുണ്ടൻ വള്ളവുമായി നെഹ്റു ട്രോഫി പങ്കുവെക്കുകയാണ് കാവാലം ചുണ്ടൻ വള്ളം ചെയ്തത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ വെള്ളിക്കപ്പ് 5 തവണ പുന്നമടയിൽ നെഞ്ചോടിയേർത്ത ജലവീരനാണ് കാവാലം ചുണ്ടൻ വള്ളം. ഇക്കാലത്ത് ജലചക്രവർത്തി എന്നറിയപ്പെടുന്നത് കാരിച്ചാലാണ്. 1970 നീരണിഞ്ഞ കാരിച്ചാൽ 2025 വരെയുള്ള സമയങ്ങളിൽ 16 തവണ നെഹ്റു ട്രോഫി നേടി. കാരിച്ചാൽ അവസാനമായി നെഹ്റു ട്രോഫി നേടിയത് 2024 അങ്ങനെയാണ് ജലരാജാവായിരുന്ന കാരിച്ചാൽ ജലചക്രവർത്തിയായി മാറിയത്. ഈ കാരിച്ചാൽ ചുണ്ടൻ വള്ളം 1970 നീരണിയുന്നതിന് മുമ്പ് 5 തവണ നെഹ്റു ട്രോഫി നേടി ജലചക്രവർത്തി എന്ന വിളിപ്പേര് നേടിയ വള്ളമാണ് കാവാലം ചുണ്ടൻ വള്ളം. കാവാലം ചുണ്ടൻ വള്ളം കായലിലൂടെ കുതിര പോലെ കുതിക്കും എന്നായിരുന്നു അക്കാലത്ത് ജലോത്സവ പ്രേമികൾക്കിടയിലെ സംസാരം. അഴകൊത്ത കരിനാഗമായിരുന്നു കാവാലം ചുണ്ടൻ വള്ളം. അടവങ്കായങ്ങളും തുഴവങ്കായങ്ങളും കായലിൽ പെരുങ്കളിയാട്ടം നടത്തി പുന്നമടയിലും കേരളത്തിന്റെ പല നെട്ടായങ്ങളിലും വെന്നിക്കൊടി പാറിച്ച ഒരു ജലചക്രവർത്തിയാണ് കാവാലം ചുണ്ടൻ വള്ളം. സിനിമകൾക്ക് പ്രമേയമായിട്ടുണ്ട്. 1967 ജെ ശശികുമാർ സംവിധാനം ചെയ്ത കാവാലം ചുണ്ടൻ എന്ന സിനിമ, പ്രധാനമായും അതിനകത്ത് അഭിനയിച്ചത് സത്യൻ, ശാരദ, അടൂർ ബാസു തുടങ്ങിയവരാണ്. ആ സിനിമയുടെ പേര് കാവാലം ചുണ്ടൻ എന്നായിരുന്നു. അതിനകത്തെ പ്രശസ്തമായ ഒരു ഗാനമാണ് കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാളെ. ഇന്നും ആ പാട്ട് ജലോത്സവവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ മുഴങ്ങിൽ കേൾക്കുന്ന ഒരു പാട്ടാണ്. കാവാലം ചുണ്ടൻ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അതുപോലെ തന്നെ 1979 ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത സിംഹാസനം എന്ന സിനിമ, മധുവായിരുന്നു അതിനകത്ത് നായകൻ. ആ സിനിമയിലെ വിശ്വപ്രസിദ്ധമായ ഒരു പാട്ടാണ് കാവാലം ചുണ്ടൻ വള്ളം അണിഞ്ഞൊരുങ്ങി കായൽ പൂതിരകളാർ പൂവിളി തുടങ്ങി. അതായത് സിനിമാ ഗാനങ്ങൾക്ക്, സിനിമകൾക്ക് പ്രചോദനമായ ഒരു വിശ്വപ്രസിദ്ധമായ ചുണ്ടൻ വള്ളമാണ് കാവാലം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കാവാലം ചുണ്ടൻ വള്ളം പ്രായത്തിന്റെ ജീർണതയാൽ മത്സരത്തിന് ഫിറ്റല്ല. കേരളത്തിലെ മറ്റുള്ള ജലോത്സവ പ്രേമി പോലെ ഞാനും കാവാലം ചുണ്ടൻ വള്ളത്തിന്റെ തിരിച്ചുവരവിനായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കാവാലം ചുണ്ടൻ വള്ളം ഇനിയും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള നെട്ടായങ്ങളിൽ വെന്നിക്കൊടി പാറിക്കും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. കാവാലം ചുണ്ടൻ വള്ളം കാവാലത്തെ കൊച്ചുവരകിൽ തറവാട്ടിനോട് ചേർന്നുള്ള വള്ളപ്പുരയിൽ വിശ്രമത്തിലാണ് എങ്കിലും പലതരത്തിലുള്ള ആൾക്കാർ കാവാലം ചുണ്ടൻ വള്ളം കാണാനായി അവിടേക്ക് എത്തുന്നുണ്ട്. ജലോത്സവ പ്രേമികൾ കാവാലം ചുണ്ടൻ വള്ളം കാണാനായി അവിടേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇക്കാലത്തെ പല ബോട്ട് ക്ലബ്ബുകളുടെയും ലീഡിംഗ് ക്യാപ്റ്റന്മാർ, തുഴക്കാർ, അവർ ആദ്യമായി തുഴയെടുത്തത്, താളം നൽകിയത് കാവാലം ചുണ്ടൻ വള്ളത്തിനാണ്. ഒരു മുതുമുത്തശ്ശനാണ് കാവാലം ചുണ്ടൻ വള്ളം എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം കാവാലം ചുണ്ടൻ വള്ളം പഴയകാല ചുണ്ടൻ വള്ളങ്ങളുടെ ഡിസൈനിലാണ് പണിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മത്സരങ്ങളിൽ ആവേശം വർദ്ധിച്ചതോടുകൂടി, കാശിറക്കിയുള്ള കളികൾ വർദ്ധിച്ചതോടുകൂടി, അല്ലെങ്കിൽ അതിശക്തമായ രീതിയിൽ മത്സരം ആരംഭിച്ചതോടുകൂടി ചുണ്ടൻ വള്ളങ്ങളുടെ അമരവും അണിയവും, അതായത് മുൻഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് അണിയം ജലനിരപ്പിൽ നിന്ന് അല്പം പൊക്കിയാണ് പണിയാറുള്ളത്. കാവാലം ചുണ്ടൻ വള്ളത്തിന്റെ അണിയം അല്ലെങ്കിൽ കൂമ്പിരിക്കുന്ന ആ ഭാഗം അല്പം കൂടി വെള്ളത്തോട് ചേർന്നാണ് കിടക്കാറുള്ളത്. അതായത് പഴയകാല ഡിസൈനിലാണ് കാവാലം ചുണ്ടൻ വള്ളം ഇപ്പോഴത്തെ ചുണ്ടൻ വള്ളങ്ങളെ അപേക്ഷിച്ച് പണിഞ്ഞിരിക്കുന്നത്. അത് മത്സരത്തിന് ഫിറ്റല്ല എങ്കിൽ കൂടിയും ഒരു പൂർണ്ണമായ ഷേപ്പിൽ ചുണ്ടൻ വള്ളമായി തന്നെ കാവാലത്ത് കൊച്ചുവരകിൽ തറവാടിനോട് ചേർന്നുള്ള മാലിപ്പുരയിൽ വിശ്രമത്തിലാണ്. അതായത് കായൽ കഥകൾ വീരഗാഥകൾ രചിച്ച, കായലിൽ അടപങ്കായങ്ങളും തുഴപങ്കായങ്ങളിലും കുത്തിയെറിഞ്ഞ് വെള്ളിക്കപ്പുകളും സ്വർണ്ണക്കപ്പുകളും വാരിക്കൂട്ടിയ ഈ ജലരാജൻ എല്ലാവിധ നെട്ടായങ്ങളിലെ വള്ളംകളി മത്സരങ്ങൾക്കും തിരികെ എത്തുമെന്ന് നമ്മൾക്ക് പ്രത്യാശിക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾക്ക് വള്ളംകളികളെയും കുറിച്ചുള്ള മറ്റൊരു വീഡിയോയുമായി പിന്നീട് ഒരു ദിവസം നേരിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.